ക്യൂട്ടും ആണ്, നോട്ടന്റും ആണ്. ഇതിനുള്ളിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മ ഇന്ന് എന്ത് വീഡിയോ ആയിട്ടാ വന്നിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മള് ഷെൻസ്കുട്ടിക്ക് വാങ്ങിയ ബാഗും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ട്രൗസർ അടിച്ച് കിട്ടണം അത്ര. പിന്നെ അത് അപ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ ടൈം ഉണ്ടാവും എന്നറിയില്ല. കാരണം ഇന്ന് എന്താ പറയുക, എനിക്ക് സ്റ്റിക്കർ ഓർഡർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രിന്റ് എടുക്കുന്ന ആളവിടെ ലീവാണ്. ഇന്നലെ ലീവായിരുന്നു, ഇന്ന് ലീവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഷെൻസുവിന് നമ്മള് ഷെൻസുകുട്ടി അങ്ങനെ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ പോവാണ് ഗായ്സ്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാ വാങ്ങിച്ചതെന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ബാഗ് കാണിക്കാം കേട്ടോ. കാരണം ബാഗ് നിങ്ങളിപ്പോ എല്ലാവരും വീട്ടിൽ കാണുന്നുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഷെൻസുകുട്ടിന്റെ ബാഗ്. ഇത് വാങ്ങിച്ചിട്ടുള്ളത് കാഞ്ഞങ്ങാട് മാക്സ്ട്രോൺ ഉള്ള ഷോപ്പ് എന്നാണ്. നിങ്ങൾ പർച്ചേസിംഗ് ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, അവിടെ നിന്നാണ് ബാഗ് വാങ്ങിച്ചത്. നമ്മൾ ഫസ്റ്റ് അവിടെ പോയപ്പം ബാഗിന്റെ ഒക്കെ റേറ്റ് കണ്ടിട്ട് ആകെ അമ്പരന്ന് പോയി. കാരണം 70% ഓഫറൊക്കെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് കയറിയത്. അകത്ത് കയറുമ്പോഴത്തേക്ക് ഒരു ബാഗിന് വരുന്ന റേറ്റ് വരുന്നത്, കുഞ്ഞിന്റെ ബാഗിന്, ചെറിയ കുഞ്ഞിന്റെ ബാഗ് 2000 സംതിങ് ആണ് റേറ്റ് വരുന്നത്. അതിനാണ് 70% ഓഫർ. ഇപ്പൊ പെർസെന്റേജ് വരുമ്പോൾ ഒരു 1000 സംതിങ് അങ്ങനെ ആവും. പക്ഷെ ഈ ഒരു ബാഗിന് ഓഫർ ഉണ്ടായില്ല കേട്ടോ. ഇതിന് വരുന്നത് 1100 ആണ് റേറ്റ് വരുന്നത്. അതേ ആ റേറ്റ് നമുക്ക് കൊടുക്കണം. പക്ഷെ നമ്മൾ ഈ ഒരു ബാഗിന് വാങ്ങി ആദ്യം എല്ലാം കുറേ നോക്കി വെച്ചാടെ. പിന്നെ സ്കൂബിയുടെ ഒക്കെ ഉണ്ട്. സ്കൂബിയുടെ ഒക്കെ അതേമാതിരി 800. സ്കൂബിയുടെ ഒക്കെ അറിയാം, എല്ലാത്തിനും ഇപ്പൊ റേറ്റ് ഉണ്ട്. പഴയ പോലെ ഒന്നല്ല. എല്ലാ ബാഗിനും ഇവിടെ മാത്രമല്ല എല്ലായിടത്തും റേറ്റ് ഉണ്ട്. ഈ ഒരു ഷോപ്പിൽ മാത്രം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളങ്ങനെ ബാഗൊന്നും അങ്ങനെ വാങ്ങുന്നില്ലല്ലോ. കുട്ടികളുടെ ബാഗ് ഞാനിപ്പോ രണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് വാങ്ങിയെന്നല്ലാണ്ട് വാങ്ങിച്ചതെന്നല്ലാണ്ട് അല്ലാണ്ട് സ്കൂൾ ബാഗായിട്ട് നമ്മൾ വാങ്ങുന്നില്ല. ഇപ്പൊ സാധാ ഹാൻഡ് ബാഗ് നമ്മൾ ബാഗിൽ നിന്ന് ആ ബാഗിൽ തന്നെ റേറ്റ് ഉണ്ട്. ഞാൻ വാങ്ങിച്ചതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പൊ പിന്നെ സ്കൂൾ ബാഗിന്റെ കാര്യം പറയണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തൊക്കെ റേറ്റ് ഒക്കെ കണ്ടിട്ട് ആകെ എന്തൊരു ഷോക്കായി പോയി നമ്മള്. പിന്നെ സിയുക്ക് അങ്ങനെ എന്താ പറയാ, സിയു കണ്ണു കിട്ടിയിട്ടുണ്ടായിട്ട. ഇത് നമ്മൾ നേരെ റിയൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. അവിടെ പോയിട്ട് ബാക്കി എല്ലാ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിയതിന് ശേഷം വീണ്ടും എക്സ്ട്രോയിൽ പോയിട്ട് ഷെൻസുക്ക് ഈ ഒരു ബാഗ് എടുക്കുക ചെയ്തത്. നമ്മൾ ഇതും ഇതുപോലെ തന്നെ ഹലോ കിറ്റി പൂച്ചന്റെ ഇതുണ്ടല്ലോ, അതിന്റെ രണ്ടാണ് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മള് ചോയ്സ് ആണല്ലോ അവിടെ നിന്ന് എടുക്കണം ഇത് എടുക്കണം എന്നൊക്കെ. അപ്പൊ അവർ മാറ്റി അവിടെ ഉണ്ടായിട്ടുണ്ടായി. അപ്പൊ നമ്മള് റിയലിൽ പോയപ്പം ബാഗൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടായ സെയിം ബാഗ് അതേ റേറ്റ് ആണ് 2 സംതിങ് തന്നെയാണ് വരുന്നത്. അത് 50% ഓഫറാണ് വരുന്നത് കേട്ടോ. പക്ഷെ ഈ ഒരു മോഡൽ അവിടെ ഉണ്ടായിട്ട് റിയലില്. ബാക്കിയെല്ലാം അവിടെ ഉണ്ടായ സെയിം സാധനം അവിടെ ഉണ്ടായിട്ടുണ്ടായിന്. പക്ഷെ ഈ ഒരു മോഡൽ ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ മേലൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് ഇതാക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ള മോഡൽ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ അത് കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പൊ യൂണിക്കോണിന്റെ അങ്ങനെ നോക്കിയിട്ട് അതാണ് എടുത്തില്ല. അപ്പൊ ഇതാണ് ബാഗ്. 1100 റേറ്റ് എഴുതാം. നമ്മൾ റിയലിൽ നോക്കിയപ്പോ മറ്റേത് അപേക്ഷിച്ച് ഞാൻ വിചാരിച്ചു അപ്പം ഈ ഒരു റേറ്റിന് കുഴപ്പമില്ലാതെ തോന്നിയോണ്ട് അങ്ങനെ എടുത്തതാണ്. സ്കൂബിയുടെ ആണെങ്കിലും റേറ്റ് ഉണ്ട് 800 അങ്ങനെയൊക്കെ ഞാൻ റേറ്റ് വരുന്നത്. ഇപ്പൊ സ്കൂബിയുടെ ഒക്കെ 800 അല്ലെങ്കിൽ ഈ ഒരു മോഡലില് ആ ഒരു റേറ്റ് ഒക്കെ കുഴപ്പമില്ലാന്ന് തോന്നി. അല്ലാണ്ട് പൈസ തന്നെയാണ്. പക്ഷെ സ്കൂബിയുടെ ഒക്കെ 800 700 വരുമ്പോ ഈ ഒരു ബാഗിന് ഈ ഒരു റേറ്റിനൊക്കെ കുഴപ്പമില്ലാന്ന് അങ്ങനെ തോന്നിയോണ്ട് പിന്നെ അതന്നെ എടുത്ത്. പുറത്ത് നല്ല മഴയാണ്, പക്ഷെ ഉള്ളിൽ നല്ല ചൂടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, കാരണം പുറത്ത് നല്ല മഴന്റെ സൗണ്ടും ഉണ്ട്. പിന്നെ ഫാനും കൂടി ഇട്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ കേൾക്കുമെന്ന് അറിയില്ല ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബാഗ്. പിന്നെ നെക്സ്റ്റ് ഇതിനുള്ളിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. എല്ലാം ഇതിനുള്ളിൽ കുത്തി നിറച്ചിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. നെക്സ്റ്റ് കിറ്റാണ്, ഫുഡ് കൊണ്ടുപോകേണ്ട കിറ്റ്. അപ്പൊ ഇതാണ് കിറ്റ്. ഇത് നമ്മുടെ ഉള്ളില് ഒരു ഫോയിൽ പോലെ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നമ്മൾ കുട്ടികൾക്ക് നമ്മളിപ്പോ രാവിലെ ചൂടുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി അവിടെ കൊടുക്കും. പക്ഷെ അവർക്ക് സ്കൂളിലെത്തി അവിടെ എല്ലാം തണിഞ്ഞു പോലെ. അപ്പൊ തണിയാണ്ടിരിക്കാനുള്ള ഒരു സംഭവമാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. കണ്ടില്ലേ, ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പോ തണുത്ത ഫുഡ് വെച്ചെങ്കിൽ തണുപ്പന്നെ ഇരിക്കും, ചൂട വെച്ചെങ്കിൽ ചൂടിരിക്കും. ആ ഒരു മോഡലാണ് എടുത്തത്. ഇതിന് 245 250 അങ്ങനെ എന്തോടെ വരുന്നത്, അത്ര വരുന്നില്ല കേട്ടോ. കാരണം നല്ല സാധനമാണ്. നമുക്ക് കുട്ടികൾക്ക് നമുക്കിപ്പോ രാവിലെ ഫുഡ് കൊടുത്താൽ ഉച്ചയ്ക്ക് അവർക്ക് ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റും എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ. അപ്പം എന്താ പറയാ,
അപ്പൊ ഇതിന് ഈ 250 ആ റേറ്റിന് ഇത് എനിക്ക് കുറച്ച് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി. ഇത് റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. ചെറുവത്തൂരും ഉണ്ട് റിയൽ. ഓക്കെ, അപ്പൊ നമ്മൾ കാഞ്ഞങ്ങാട് ബാഗിന്റെ ഷോപ്പിലേക്ക് പോയപ്പോ അങ്ങനെ അപ്പുറത്തേക്കും ജസ്റ്റ് പോയി നോക്കിയതാണ്. പക്ഷെ റിയൽ ഇതുപോലെ എല്ലാം ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും ഇവിടെ കാഞ്ഞങ്ങാട് റിയൽ ഫുള്ള് ബാഗിന്റെ ഒക്കെ സ്കൂൾ സെക്ഷൻ തന്നെ വേറെ തന്നെ ആക്കിയിട്ട് നല്ല രസമുണ്ട് എനിക്ക് കാണാൻ വേണ്ടിട്ട് തന്നെ. ഓക്കെ, അപ്പൊ ഇതാണ് ഷെൻജുന്റെ കിറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ടിഫിൻ എടുത്തതിന് ശേഷമാണ് കിറ്റ് എടുത്തത്. കാരണം ടിഫിന് വെക്കാൻ സ്പേസ് ആവുന്നുണ്ടോ നോക്കിയിട്ട് അതിന് ശേഷമാണ് എടുത്തത്. സിയുക്കും സെയിം തന്നെയാണ് വേറൊരു കളർ എടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഇതിനുള്ളിൽ കുറെ സാധനമുണ്ട്. നമുക്ക് ആദ്യം ബാഗിലുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് കിറ്റുള്ള സാധനം കാണിക്കാം കേട്ടോ. സത്യം പറഞ്ഞ ചൂടെടുത്തിട്ട് വയ്യ ഗൈസ്, ജനലും തുറന്നിട്ടില്ല. പിന്നെ കുപ്പി വരുന്നത് നോൾട്ടന്റെ ആണ് കേട്ടോ. ഇത് നമുക്ക് ഇപ്പൊ ഫസ്റ്റ് എന്തായാലും സ്കൂൾ തുടങ്ങുമ്പോൾ എന്തായാലും മഴക്കാലമാണ്. അപ്പൊ നമുക്ക് പച്ചവെള്ളം കൊടുക്കുന്നതിനേക്കാളും ചൂടുവെള്ളം കൊടുക്കുന്നതിനേക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ കഥ എങ്ങനെയാന്ന് അറിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഇത് നോൾട്ടന്റെ ആണ്. ഇതിന് റേറ്റ് വരുന്നത് 310 അങ്ങനെ എന്താ റേറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ? പക്ഷെ എന്തൊക്കെ കുടിക്കാൻ പാകത്തിന് അത്ര വലിപ്പമുള്ള കുപ്പി, ചൂട് നിൽക്കുന്ന. ഓക്കെ, ബ്ലൂ കളർ, സിയുക്ക് ഇതിന്റെ ബ്ലാക്ക് ആണ് സെയിം തന്നെ. നമുക്ക് ബാഗിലില്ല. പിന്നെ ഈ ഒരു ബാഗിൽ തന്നെ പൗച്ച് വരുന്നുണ്ട്. അപ്പൊ പൗച്ചിൽ ഷെൻഡ് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് അത് കാണിച്ചു തരാം. ആദ്യം പൗച്ചിൽ ഇതാ ഇത് ഷെൻഡുവിന്റെ റബ്ബർ തന്നെ കുറേ എടുത്തിട്ടുണ്ട് അവള്. ഇത് നിങ്ങൾക്ക് അറിയാം, പണ്ടേ ഇല്ലതാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടുന്നത്. 2 റബ്ബർ കണ്ട. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കുറേ റബ്ബർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ റബ്ബർ തന്നെയാണ്. ഇത് ചെറിയൊരു പാക്കറ്റ് പോലെ ഉണ്ട്, പാക്കറ്റ് ആക്കിയിട്ടുണ്ടായത്. പക്ഷെ ഇതിന് 52 റുപ്യ കേട്ടോ. ആ ഒരു റേറ്റിന് ഇത്ര റബ്ബർ കിട്ടാന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആണ്. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ മോളിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ഇതില് കുറേ രീതിയിലുണ്ട്. ഇതാ വീടിന്റെ ടെഡി, അതേപോലെ മൂൺ, സ്റ്റാർ, പിന്നെ കോൺ, അങ്ങനെ കുറേ തീമിൽ ചെയ്തിട്ടുണ്ട്. റബ്ബർ ഒരു പാക്കറ്റിൽ ഇങ്ങനെ ഉണ്ടായതാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ വേറെ ഏതോ റബ്ബറും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് 5 രൂപയാണ് മറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഷെൻസിന്റെ പൗച്ചിൽ ഷെൻസ് ഇട്ടിട്ടുള്ളത്. കട്ടറൊക്കെ വേഗം എവിടെ വെച്ചെന്ന് അറിയില്ല. ഷെൻസ ഇടയ്ക്കൊക്കെ നോക്കുന്നോണ്ട് എവിടെ വെച്ചെന്ന് അറിയില്ല. നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഇത് ഫയൽ എന്തിനാന്ന് വെച്ചാല് സ്കൂളിൽ പോകുന്നല്ലേ, മടക്കിയിട്ട് ഇതോടെ വളർന്നല്ല. സ്കൂളിൽ പോകുന്ന എന്തെങ്കിലും വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കുഞ്ഞു ഫയൽ യൂണിക്കോണ്ടാണ്. ഇനി 24 റുപ്യ അങ്ങനെ വരുന്നില്ല കേട്ടോ. ഒരു കുഞ്ഞു ഫയൽ, നല്ല ക്യൂട്ടായിട്ടുള്ള ഫയല്. ഓക്കെ, നെക്സ്റ്റ് ഷെൻസിന്റെ ബോക്സ് ആണ്. ബോക്സിന്റെ റേറ്റ് ഇത് 245 അങ്ങനെ റേറ്റ് വരുന്നത്. ഇത് കാൽക്കുലേറ്റർ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോക്സിൽ. പക്ഷെ കാൽക്കുലേറ്ററിന്റെ ആവശ്യം ഷെൻസുക്ക് ഇത് തരും പോലും ഇല്ല. പക്ഷെ ഓള് ബോക്സിന്റെ ഭംഗി കണ്ടിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ പണ്ട് ഈ ബോക്സ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ എക്സ്ട്രാ 2-3 സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ കാൽക്കുലേറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ കട്ടർ, പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ചെത്താനുള്ള സ്പേസ് വേണം. ഓക്കെ, പിന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതോട് കുറെ പെൻസിൽ റബ്ബറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എടുക്കുമല്ലോ. അപ്പൊ ഇതിന്റെ ഉള്ളില് ഹെഡ് ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് കറണ്ടൊക്കെ പോയാല് എഴുതണമെങ്കിൽ, മനസ്സിലായ, കറണ്ട് പോയെങ്കിൽ ബുക്കിലേക്ക് കാണിച്ചതാ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിങ്ങനെ ഈ ബോക്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫിക്സ് ആക്കലാണ്, ഞാൻ അമർത്തി കൊടുക്കാം. നമുക്കിപ്പോ ഇങ്ങനെ ആക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാം, മനസ്സിലായ. എഴുതുന്ന ആ ഒരു ഭാഗത്തേക്ക് കാണിച്ചിട്ട് എഴുതാം. ഓക്കെ, കറണ്ടൊക്കെ പോയാൽ ഉപയോഗിക്കാം, അങ്ങനെ പറയാം. ഓള് അതൊക്കെ കാണിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഓള് കുറേ പെൻസിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറം അങ്ങനെ തന്നെ, ഇപ്പുറം ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, നോർമലാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഷെൻസിന്റെ ബോക്സ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ 2 കളർ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ കീറിയാ ഞാൻ കണ്ടില്ല കേട്ടോ ഗൈസ്. ഒരു പെൻസിൽ കളറും ഒരു ക്രയോണും എടുത്തിട്ടുണ്ട്. അതേപോലെ എനിക്ക് വരക്കാൻ താന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, സ്കൂൾ തുറന്നതിന് ശേഷം പിള്ളേർക്ക് കളർ കൊടുത്ത ഷെൻസുക്ക് വാങ്ങിയ കളറിന് കണക്കുണ്ടാവില്ല. കാരണം എത്ര കളർ വാങ്ങാണ്ട് അത്ര അങ്ങനെ തന്നെ അത് കളയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഇപ്പൊ ഉപയോഗിക്കാൻ കൊടുത്തിട്ടില്ല. സ്കൂൾ തുറക്കട്ടെ എന്ന് പറഞ്ഞ് ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറഞ്ഞു. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് കട്ടർ. ഇത് ഞാൻ എക്സ്ട്രാ വാങ്ങിയതാണ്. ഇതൊരു ഹെലികോപ്റ്ററിന്റെ പോലത്തെ ഒരു എയർപ്ലെയിൻ പോലത്തെ ഒരു കട്ടർ ഉണ്ടല്ലേ, കട്ടർ. പിന്നെ ഇത് വേറെ, കാരണം ഇതൊക്കെ പിള്ളേർ വേഗം കളയും, അപ്പൊ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചെന്നേ ഉള്ളൂ. ഒരു എന്താ ഇതിന് വാങ്ങിച്ച് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് പെൻസിലിന്റെ കൂടെ ഉണ്ടായ കുഞ്ഞ കട്ടർ. അപ്പൊ നമുക്ക് ഇതിലേക്ക് തന്നെ വെക്കാം. മടങ്ങി 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 ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താ പറയാ, ജിപ്പ് തുറക്കാൻ എന്താ ഉണ്ടോ നോക്കാം. ഇതുണ്ടോന്ന് അറിയില്ല, കഴിഞ്ഞോന്ന് അറിയില്ല. ഇത് ഷെൻജുന്റെ യൂണിഫോമോ കാര്യങ്ങളൊക്കെ കാണണ്ടേ. അപ്പൊ ഇത് പൊതിയാണ് കേട്ടോ. പക്ഷെ ഈ പൊതി ഭയങ്കര, ഇതിന് ഒരു റോളിന് 72 രൂപ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 3-4 ബുക്കിന് ഇതിടാൻ പറ്റുന്നില്ല ആകെ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് ഇട്ട്, കാരണം ബുക്കിന്റെ കവറൊക്കെ കാണും, ചട്ടൊക്കെ കാണും. പക്ഷെ 72 രൂപക്ക് ഒരു റോളിലാകെ 4 ബുക്കിനെ ഇടാൻ പറ്റുന്നത്. അതാണ് വലിയ സംഘം. പക്ഷെ ഷെൻജുവിനാകെ ടെക്സ്റ്റ് ബുക്ക് ഷെൻജുവിന് 3 ബുക്കേ ഇല്ല. പക്ഷെ നോട്ട് ഇപ്പൊ സ്കൂൾ തുറന്നു കഴിഞ്ഞാലേ കിട്ടും. അപ്പൊ അത് എത്രയാണെന്ന് അറിയില്ല. ടെക്സ്റ്റ് ബുക്കിന് ഇട്ട് ബാക്കിയുണ്ട്. നോക്കിയിട്ട് വാങ്ങാൻ ഇൻഷാല്ലാ. ബുക്ക് കാണിച്ചതിന് ശേഷം ഷെൻജുവിന്റെ യൂണിഫോം ഏതാന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഷെൻജുക്കുട്ടിന്റെ ബുക്ക്. ഇത് മലയാളം പൂമ്പാറ്റാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് 2 ഇംഗ്ലീഷാണ്. ഇതില് എല്ലാ സബ്ജക്റ്റും ആഡഡ് ആണ് കേട്ടോ. ഈ 2 2 ആഡാണ്. ഒരു സെമിസ്റ്റർ 1ഉം സെമിസ്റ്റർ 2ഉം അങ്ങനെ 2 ഇതായിട്ട് ഇതിനുള്ള എല്ലാം ആഡായി. ഇനി നോട്ടും ഡയറി കാര്യങ്ങളൊക്കെ ഐഡന്റി കാർഡ് ഒക്കെ സ്കൂള് തുറന്നാൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഷെൻജുവിന്റെ യൂണിഫോം കാണാം. ഇതിന്റെ ട്രൗസർ അടിച്ച് കിട്ടണം അത്ര കേട്ടോ. യൂണിഫോമിന്റെ കളർ കണ്ടു തരുന്നിട്ടുണ്ട. റെഡ് കളറാണ് ഷെൻജുവിന് ഇപ്രാവശ്യം യൂണിഫോം. കഴിഞ്ഞ പ്രാവശ്യം LKG UKG ഒരു പീച്ചും അല്ല ഓറഞ്ചും അല്ലാത്ത, എനിക്ക് ആരും കളർ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷെ റെഡ് ഇടുമ്പോ എനിക്ക് സമാധാനമായി. റെഡ് കുഴപ്പമില്ല, റെഡ് നല്ല കളർ, എനിക്ക് ഇഷ്ടമാണ് കളർ. അപ്പൊ അതോടെ സമാധാനമായി. അപ്പൊ ഇതാണ് 2 ടീഷർട്ടാണ് വരുന്നത്. LKG UKG ഈ ഒരു മോഡലാണ് കേട്ടോ വരുന്നത്. പിന്നെ 1ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാല് യൂണിഫോം മാറും വേറെ. അപ്പൊ ഇത് 2ആണ്. ഇതിന് ബ്ലാക്ക് ട്രൗസർ ആണ് വരുന്നത് കേട്ടോ. പിന്നെ 2 ടീഷർട്ടും അതുപോലെ തന്നെ 2 ട്രൗസറും അങ്ങനെ. പിന്നെ ഷോക്സും അതേമാതിരി ബ്ലാക്കിന് റെഡ് ലൈനായിട്ട് യൂണിഫോമിന്റെ അതേ സെയിം തീമില് വരുന്നത് 2 ജോഡിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഷെൻജുവിന്റെ യൂണിഫോം. നമുക്ക് കിറ്റില് കുറച്ച് ഐറ്റംസ് ഉണ്ട്, നമുക്ക് അതും കൂടി കാണാം കേട്ടോ. ഒന്ന് ബുക്ക് ഇതിലേക്ക് വെച്ചേക്കാം. എന്താണ് ഇതിന്റെ സാധനം കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്, പെൻസിലിന്റെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ബുക്ക് ഇതിലേക്ക് ആദ്യം തിരിച്ചു വെക്കാം. പിന്നെ ഈ ഒരു ബാഗിന് ജിബും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും വാറണ്ടി ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവര് ഫ്രീ സർവീസ് ചെയ്തു തരുന്ന പറഞ്ഞിട്ടുണ്ട്, ശരിയാക്കി തരും. ഓക്കെ, ഓക്കെ ഗൈസ്, നമുക്ക് എല്ലാം ഇതിലേക്ക് തിരിച്ചിടാം. പിന്നെ നമുക്ക് വീട്ടിലും കുറെ ഐറ്റംസ് ഉണ്ട് കാണാൻ, കുറെ കാണിച്ചിടാം. ഇനി സ്കൂൾ തുറക്കാൻ തുറക്കാൻ ഏതാനും നിമിഷങ്ങളൊക്കെ. അപ്പം നെയിം സ്ലിപ്പ് വേണ്ടവർ എന്താ പറയാ DM ചെയ്യാട്ടോ. എങ്കിലും സമയമുണ്ട്, കാരണം പെട്ടെന്ന് തന്നെ ഡെലിവറി ആവുന്നുണ്ട്. ഇന്ന് അയച്ചാൽ നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാ വേഗം കിട്ടും. അപ്പൊ വേഗം ഓർഡർ ചെയ്താൽ വേഗം ചെയ്തുതരാം. അപ്പൊ ഇന്നലെയും ഇന്നും അവിടെ ലീവ് ആയതുകൊണ്ട് എന്റെ ഓർഡറൊക്കെ എല്ലാം കഴിഞ്ഞു. പിന്നെ അവര് സ്റ്റിക്കർ പ്രിന്റ് എടുക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ അത് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പാക്കിങ്, അതിനൊക്കെ ടൈം എടുക്കും. അതാണ് പ്രശ്നം, അയക്കാൻ ടൈമൊന്നും വേണ്ട. പിന്നെ നെക്സ്റ്റ് ഷെൻജുക്ക് സ്കൂൾ പോകുമ്പോൾ ഇടാവേണ്ട കുറച്ച് കാര്യങ്ങള്. അതായത് സ്കൂൾ പോകുന്നില്ല, ഇതൊക്കെ 2-3 ദിവസം ഉണ്ടാവും. അത് നമുക്കറിയാം, കാരണം കുറെ കാലമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നല്ലേ നമ്മള്. ഓക്കെ, അപ്പം ഇത് ഒരു 3 കളറില് സ്ലൈഡ് തലക്കുത്തുന്ന, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് നാട വാങ്ങിച്ചിട്ടുണ്ട്. 2 ഭാഗമൊക്കെ കെട്ടുമ്പോൾ കെട്ടിക്കൊടുക്കാന്നെല്ലാം വിചാരിച്ച റെഡും വൈറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ
റെഡ് വൈറ്റും ഹെയർ ബാൻഡ്, പിന്നെ 2 വളകൾ, പിന്നെ കുറെ റബ്ബർ മേടിച്ചിട്ടുണ്ട് മുടിക്കെട്ടുന്ന. എത്ര റബ്ബർ മേടിച്ചെന്ന് കണക്കുണ്ടാവില്ല. ഇതൊക്കെ പെൻസിലിന്റെ കവർ. ഇനി മെയിൻ ടിഫിൻ ബോക്സ് കാണിച്ചിട്ടല്ലേ, അതാണ് നമ്മുടെ മെയിൻ സംഭവം. പിന്നെ ഇതിൽ ചെറുപ്പം കാര്യങ്ങളൊക്കെ എല്ലാം ഇതിൽ തന്നെ ഇട്ട് വെച്ചിട്ട് എല്ലാം ഞാൻ മാറ്റാൻ കേട്ടോ. കാരണം പിന്നെ സമാധാനത്തിൽ മാറ്റാൻ വിചാരിച്ചു. എല്ലാം മിസ്സായി പോകും എൻ്റെ കയ്യിൽ നിന്ന്. പെട്ടെന്ന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചിലപ്പം വെച്ചത് എവിടെ മറന്നു പോകും. അപ്പൊ അങ്ങനെ കയ്യിൽ നിന്ന് മിസ്സാവുന്നതുകൊണ്ട് എല്ലാം ഇതിലെടുത്തത് എല്ലാം മാറ്റുന്നത്. നമുക്ക് ടിഫിൻ കാണാം. ടിഫിൻ അടിപൊളിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ടിഫിൻ ബോക്സ് വരുന്നത്. ടിഫിനും നോൾട്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് MRP 785 ആണ്. പിന്നെ അടുത്ത റിയൽ നമുക്ക് തരുന്ന റേറ്റ് 590 കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. വലിയ സംഭവം ഒന്നല്ല, എന്നാലും എനിക്കിത് നല്ല ഇഷ്ടമായി. ക്യൂട്ടും ആണ്, നോൾട്ടൻ്റെ ആണ്. കണ്ടില്ലേ? ഓപ്പൺ ചെയ്യാം. ഷെൻസുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് തന്നെയാണ് എടുത്തത്. ഇവിടെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ച് തന്നെയാണ് എടുത്തത് കേട്ടോ. ഇത് ഇങ്ങനെയാണ് കുറച്ചൊരു കൂട്ടലൊക്കെ. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പം ഇതാ ഇത്രയേ ഉള്ളൂ, അല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് തുറക്കാനൊന്നും പറ്റൂല കേട്ടാ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇതില് കറി ഒഴിക്കാം. പിന്നെ ഇതിൽ തന്നെ എനിക്ക് എടുക്കാൻ ആഗ്രഹമുണ്ടായാലും പുറത്ത് ഇങ്ങനെ കാണുന്ന രീതിയിൽ എന്താ പറയാ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മൂടി വരുന്നത് എടുക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ അത് അങ്ങനത്തെ ഉണ്ടായിരുന്നു സെയിം. പക്ഷെ അതിന്റെ കഴിക്കുന്ന ഒരു സ്ഥലം വരുന്ന വെച്ചാല് ഇങ്ങനെ ഒരു ഓവർ ഷേപ്പ് ഇങ്ങനെ ആയിട്ട് ഇവിടെ കറി കഴിക്കുന്നുണ്ട്. പക്ഷെ അതിൽ എനിക്ക് പിള്ളേർക്ക് തിന്നാൻ കൊടുത്താൽ അവർക്ക് കഴിക്കേണ്ട സ്പേസ് കുറവായിരിക്കും കൈക്ക്. പിന്നെ വരുന്നത് ഈ കറി ഒഴിക്കുന്ന പാത്രം വേറെ ആയിട്ട്. പക്ഷെ അത് അവർക്ക് ചോറിന് എടുത്ത് പുറത്ത് വെച്ച് അപ്പൊ അവിടുത്തെ കച്ചറായി അങ്ങനെയായി. ഇപ്പൊ അതിന്റെ മേലെ ചോറിന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചു വെക്കോ നോക്കാൻ ആൾക്കാർക്ക് ആന്റിമാരൊക്കെ ഉണ്ടാവും. എന്നാലും അതൊക്കെ വിചാരിച്ച് പിന്നെ ലാസ്റ്റ് ഇതെടുത്ത് ഇങ്ങനെ വേറെ പാത്രം സെപ്പറേറ്റ് വരുന്നത് കാണുന്നത് നല്ല രസമുണ്ടായിന്. പക്ഷെ ഞാൻ വിചാരിച്ചാൽ വാങ്ങിയിട്ട് കാര്യമില്ല. കാരണം പിള്ളേർ അത് എടുത്ത് അത് വേണ്ടി തുറന്ന് അതിനേക്കാൾ നല്ലത് ഇതിൽ എനിക്ക് കുഞ്ഞ് സ്പൂൺ വെച്ചോട്ടാൽ മതി അവർക്ക് കറി ഒഴിക്കാൻ വേണ്ടി. എത്രയല്ലേ വേണ്ടു. അപ്പൊ അങ്ങനെ വിചാരിച്ചാണ് ഇങ്ങനെ വാങ്ങിച്ചത് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഷെൻസ് ഫുഡിന്റെ സ്കൂൾ സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ പർച്ചേസിങ് ചെയ്ത സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പം സിയുന്റെ ബാഗ് കാണിച്ചിട്ടാന്ന് പറയണ്ട. അപ്പൊ ഇതാണ് നമ്മുടെ സിയുന്റെ ബാഗ് കേട്ടോ. അപ്പം ഇതാ നമ്മൾ മാക്സ് സ്റ്റോറിൽ കയറിയപ്പം ഇത്രയും വലിപ്പമുള്ള ബാഗ് നമുക്ക് കണ്ടിട്ടുണ്ടായില്ല. ഇത് നല്ല അത്യാവശ്യം, കാരണം നമുക്ക് കുറെ ബുക്ക് ഉണ്ടാവും. അപ്പം നല്ല ക്ലോത്ത് ഇതേ സെയിം തന്നെയാണ് ഉണ്ടായത്. ഇത്ര വലിപ്പം ഉണ്ടായിട്ട് റേറ്റ് ഇത് 2 സംതിങ് തന്നെയാണ്. ഇത് 50% ഓഫർ റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ, കാഞ്ഞങ്ങാട്. അപ്പൊ ഇതിന് ഇച്ചിരി കുഞ്ഞു പൗച്ച് വരുന്നുണ്ട്. ശ്രീയുടെ കിറ്റ് ഇതാണ്. പർപ്പിൾ ഷെൻഡുവിന്റെ സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കുപ്പി ഉണ്ട്, ഷെൻഡു സെയിം ബ്ലാക്ക്. പിന്നെ കളറ് ഫയല് കാര്യങ്ങൾ അത്രേ ഉള്ളൂ. പിന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസംബിലേക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പുതിയ വീഡിയോ